ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ആമസോണിൻ്റെ ജോലിക്ക് ഇറങ്ങാൻ പോവാണ്. ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഞാൻ ഇറങ്ങും. ഇത് കണ്ടില്ലേ, ക്രിസ്മസ് ട്രീ വെച്ചിട്ടുണ്ടല്ലേ. അപ്പം രാത്രിയാകുമ്പോൾ നമ്മൾ കത്തിക്കും, പകൽ ഇത് ഓഫ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ ഗായ്സ് നമുക്ക് ലാഗൊന്നുമില്ല, നമുക്ക് നേരെ ഇറങ്ങിയിട്ട് കാണാം. ഇന്ന് വെതർ അത്യാവശ്യം നല്ലതാണ്, അതുകൊണ്ട് എല്ലാം സെറ്റാണ് ഗൈസ്. അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു ദിവസമാണെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇറങ്ങിയിട്ട് കാണാം ഗൈസ്. ഗൈസ് നമ്മൾ കമ്പനിയിലെത്തിയിട്ടുണ്ട്. ഗൈസ് ഈ ട്രക്കൊക്കെ ഓടിക്കുന്ന ജോലി കിട്ടുകയാണെങ്കിൽ നല്ല പരിപാടിയായിരുന്നു ഗൈസ്, നല്ല പൈസ കിട്ടിയേനെ. ഗൈസ് ഇവിടെ എന്തൊക്കെയൊക്കെയോ ഇവിടെ ഇലക്ട്രിക്കിൻ്റെ വണ്ടികൾ വരാനുള്ളൊരു പരിപാടി തുടങ്ങുകയാണ്. നമ്മുടെ മറ്റേ ഇതെല്ലാം കൂടെ ഈ വണ്ടികളെല്ലാം മാറ്റിയിട്ട് ഇലക്ട്രിക്കിൻ്റെ ആക്കാനുള്ള പരിപാടിയാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അത് നമുക്കത് ഭയങ്കര പാടായിരിക്കും ഗൈസ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമ്മൾ ഓട്ടോ ബ്രേക്കാണ് ശരിക്കും പറഞ്ഞാൽ. ഓട്ടോ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓട്ടോ ബ്രേക്ക് എന്നെ എന്തോ ഇപ്പോൾ പറയുന്നത് എനിക്കറിയത്തില്ല. നമ്മൾ ജസ്റ്റ് കാല് പൊക്കുമ്പോൾ തന്നെ ബ്രേക്ക് ആവും. അതൊരു വലിയ മെനകെട്ട പരിപാടിയായിരിക്കും. അതെന്തായാലും വരില്ലെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. പക്ഷേങ്കിൽ അത് വരും. ഇവിടെ എല്ലാം ചാർജിങ് സ്റ്റേഷൻ വന്നു കഴിഞ്ഞ്, അപ്പോൾ ഉടനെ അതിലോട്ട് മാറാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് അകത്ത് കയറിയിട്ട് ഇന്നെന്താണ് വിശേഷം എന്നൊക്കെ ഉള്ളത് കാണിച്ചു തരാം. ഗൈസ് ഇപ്പോൾ നമുക്കിത് വണ്ടി കിട്ടിയിട്ടുണ്ട്. വണ്ടി ഏതാ നോക്കുന്ന ഒരു മുഹൂർത്തമാണിത്. നമുക്ക് നോക്കാം ഏതാ വണ്ടിയെന്ന്. ഗൈസ് നമുക്കിന്ന് റാമാണ് കിട്ടിയിരിക്കുന്നത്. ഗൈസ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വണ്ടി ഇവിടുത്തെ ഇത് മാത്രമേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നമുക്കിന്ന് റാം കിട്ടിയിട്ടുണ്ട്. നമുക്ക് നോക്കിയത് എവിടെ കിടക്കുന്ന. ഗൈസ് അങ്ങുണ്ട്. നമുക്ക് പോയിട്ട് വണ്ടി കണ്ടുപിടിച്ചിട്ട് അവിടെ എത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം ഗൈസ് എന്തൊക്കെയുള്ളത്. ഗൈസ് ഇതാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്ന വണ്ടി. റാമിൻ്റെ വണ്ടിയാണ് ഗൈസ്. ഇന്ന് നമുക്ക് നല്ല വണ്ടി ഉണ്ട് എന്തായാലും. ഇന്ന് നൈസായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു ഗൈസ്. അപ്പോൾ നമുക്ക് കയറാം ഗൈസ്. നമുക്ക് രാവിലെ തന്നെ പണി കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഈ സാധനം ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. ഇതില്ല നമുക്കൊരു പരിപാടി നടക്കത്തില്ല ഗൈസ്. മാപ്പ് ഫുൾ ഇടാനുള്ളതാണ്, അത് പോയി. അടിപൊളി. അപ്പോൾ ഗൈസ് ഞാനിത് പറഞ്ഞിട്ടുണ്ട്, റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ അവരൊന്ന് ശരിയാക്കി തരും. ഗൈസ് രാവിലെ അത് ആൾ ശരിയാക്കിയിട്ടുണ്ട്. ജസ്റ്റ് ചെറിയൊരു ഫെവിക്കോൾ വെച്ചത് ഒട്ടിച്ചിട്ടുണ്ട്. അത് എത്ര നേരം നിൽക്കുന്ന നേരത്തെ 3 മിനിറ്റ് കഴിഞ്ഞിട്ട് ഫോൺ വെച്ചാൽ മതി, അതൊന്ന് ഉറക്കട്ടെ. ജസ്റ്റ് ഫെവിക്കോൾ വെച്ചിട്ട് ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഇപ്പോൾ സമയമില്ലല്ലോ, പെട്ടെന്നത് തീർക്കേണ്ടതായണ്ടേ ഗൈസ്. ഇന്നും ഇതിന് ക്യാമറ ഇല്ല ഗൈസ്. ഇപ്പോൾ എനിക്ക് ക്യാമറ ഇല്ലാത്ത വണ്ടികൾ മാത്രമാണ് തരുന്നത്. അതാണോ അങ്ങനെ? ക്യാമറ ഉണ്ടെങ്കിൽ നമുക്ക് ഫുള്ള് നോക്കി അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് സ്റ്റോപ്പ് സൈനിലൊക്കെ ഇത്ര സെക്കൻഡ് നിർത്തണം, സ്പീഡ് ലിമിറ്റൊക്കെ കറക്റ്റായിട്ട് പോയാൽ പറ്റത്തുള്ളൂ. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ ക്യാമറ ഇല്ലാത്ത വണ്ടിയിൽ നമുക്ക് സാധാരണ രീതിയിലൊക്കെ പോകാം. പോലീസ് പിടിച്ചാൽ മാത്രമേ സീനുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് അല്ലാതെ തന്നെ സീൻ കിട്ടും. കഴിച്ച് നമുക്കിപ്പോൾ ഇത്രയും ലോഡുണ്ടെന്ന് കയറ്റാനായിട്ട്. ഇതും പിന്നെ അത്ര ഓവർഫ്ലോ ഉണ്ട് കയറ്റാൻ വേണ്ടിയിട്ട്. ഒന്ന് ലോഡ് ചെയ്യാനായിട്ട് ആരെങ്കിലും കൂടെ വിളിക്കട്ടെ, എന്നിട്ട് ലോഡ് ചെയ്തിട്ട് കാണിക്കാം ഗൈസ്. എനിക്ക് കുറച്ച് നാൾ കൂടിയിട്ടാണ് റാം കിട്ടുന്നത്. സാധാരണ എനിക്ക് എപ്പോഴും ഫോർഡ് പിന്നെ മെർസഡീസാണ് കിട്ടുന്നത്. എനിക്കത് രണ്ടും വലിയതായിട്ട്, മെർസഡീസാണ് ഒട്ടും ഇഷ്ടമല്ല, ഫോർഡാണേലും ഇഷ്ടമല്ല. ഈ റാം ആണെങ്കിൽ നല്ലൊരു സുഖമാണ് ഓടിക്കാൻ വേണ്ടിയിട്ടും. പിന്നെ ചെറിയ പ്രശ്നങ്ങളുണ്ട്, എന്നാലും നല്ല അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ എങ്കിൽ ഓടിക്കാൻ സുഖമാണ് ഗൈസ് റാമാണെങ്കിൽ. അപ്പോൾ ഗൈസ് നമുക്കിന്ന് കുറേ സമയം അവിടെ ലാഗ് അടിച്ചത് കൊണ്ട് നമുക്ക് ഇന്ന് ഇച്ചിരി ടാസ്ക് ആയിരുന്നു. ഈ സാധനം ഫിറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഒരു സമയം എടുത്തു. എന്നിട്ട് എല്ലാവരുടെ കൂടിയിട്ടാണ് ലാസ്റ്റ് ഹെൽപ്പ് ചെയ്ത് നമ്മളെ എടുത്തത്, അല്ലാതെ നമ്മൾ പെട്ടുപോയത്. പിന്നെ ഒരു വിധത്തിൽ നമ്മൾ രക്ഷപ്പെട്ടു ഗൈസ്. ഇനിയിപ്പോൾ നേരെ അങ്ങ് എത്തിയാൽ മതി. എത്തിയിട്ട് ബാക്കി പരിപാടികൾ നമുക്ക് നോക്കാം. വലിയ സീനിലായിരിക്കും തോന്നുന്നു. 132 സ്റ്റോപ്പേ ഉള്ളൂ. അപ്പോൾ ഗൈസ് നമുക്കെന്നാൽ അവിടെ എത്തിയിട്ട് കാണിക്കാം. പോകുന്ന വഴിക്കൊരു കോഫി വാങ്ങിക്കണം, ഒരു എനർജി ഇല്ല. കോഫി പിടിച്ചിട്ട് തുടങ്ങാം ഗൈസ്. ഗൈസ് ഞാൻ എൻ്റെ ഫസ്റ്റ് വീട്ടിലെത്തിയിട്ടുണ്ട്. ഇത് ഫസ്റ്റ് വീട്, ഇത് സെക്കൻഡ് വീട്,
അത് അങ്ങനെയാണ് ഗൈസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ഇത് ഈസിയാണെന്ന് തോന്നുന്നുണ്ട്. അപ്പം നമുക്ക് ഫസ്റ്റ് വീട്ടിൽ തുടങ്ങാം. ഗൈസ് ഓൾമോസ്റ്റ് 50 ആവാറായിട്ടുണ്ട്. ഇത് കണ്ടില്ല, ഫുള്ള് എല്ലായിടത്തും സ്നോ ഉള്ള ഒരു വീടുകൾ തന്നെയാണ് ഇപ്പോഴും. അതിന് മാറി വരണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. ഗൈസ് ഇത് കണ്ടോ, പെട്ടികളിരിക്കുന്നുണ്ടല്ലോ, ഇതെനിക്ക് ഇഷ്ടമല്ല ഗൈസ്. ഇത്രയും ബോക്സസ് വരുന്നത്, എൻവലപ്സാണ് എനിക്കിഷ്ടം. അതുകൊണ്ടോ ഇത് ഫുള്ള് ബോക്സസാണ്. ഇത് പക്ഷേങ്കിൽ മിക്കവാറും എവിടെയെങ്കിലും ഒരിടത്തോട്ട് പെട്ടെന്ന് അങ്ങ് പോകുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷെ ഇന്നത്തെ തന്നെ വീടുകളെല്ലാം എളുപ്പമായിരുന്നു. അത് കാരണം ഇപ്പം നമുക്ക് ബ്രേക്കിന് മുമ്പ് എങ്ങനെ ഒരു 65 ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. ഗൈസ് ബ്രേക്കിന് പോകുമ്പോൾ കാണാം. നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് ഒരു കോഫി വാങ്ങിച്ചായിരുന്നു. നമുക്കൊരു കടയിൽ ഡെലിവറി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറിയിട്ട് കോഫി വാങ്ങിച്ചായിരുന്നു. നമുക്ക് ലഞ്ചിൻ്റെ ടൈമായി. നമ്മളിവിടുത്തെ കടയിൽ നമുക്കൊരു ഫുഡിൻ്റെ ഒരു കൂപ്പൺ ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് നമ്മളിപ്പം ഒരു സാൻഡ്വിച്ച് വാങ്ങിച്ചതാണ്. ഇതുണ്ടല്ലേ, ഒരു നൈസ് സാധനം ഉണ്ടല്ലേ, ഒരു എന്താ പറയുക, ഇതിനെന്താ പറയുക, ചിക്കൻ സീസർ സാലഡ് വിത്ത് അങ്ങനെ എന്തോ ആണ് പറഞ്ഞത്. ചിക്കൻ സീസർ സാലഡ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, നല്ല സാധനം, ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റുണ്ട്, സംഭവങ്ങളോ. കഴിച്ചിട്ടാണ്. ഒരു വീട്ടിൽ വന്നതാണ്. എന്ത് ബ്യൂട്ടിഫുൾ വീടാണല്ലേ, ഇഷ്ടംപോലെ സ്ഥലം, ഫുള്ള് അടിപൊളി. അങ്ങ് ഉള്ളിലാണ്. നല്ല കുറേ ഡ്രൈവേ നല്ല ദൂരം ഉണ്ടായിരുന്നു. അങ്ങ് ദൂരെ ഈ ഒരു സറൗണ്ടിങ്ങിൻ്റെ ലൈസ് നമുക്ക് ഇങ്ങനെ കറക്കിയെടുക്കാൻ നല്ല സ്ഥലം ഉണ്ടായിരുന്നു. വണ്ടി വരാനും പോകാനും ഒക്കെ ഉള്ളതാണല്ലോ. കണ്ട ലൈസ് ഒരു കിടന്ന സ്റ്റാച്ചു ഒക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഈ സംഭവം കൊള്ളാം കേട്ടോ. ഈ സ്ഥലം, ഈ ഒരു വീടിൻ്റെ ഡ്രൈവേ കാണിച്ചേ. ഇതെല്ലാം ഒരു വീട്ടിലോട്ടുള്ള വഴിയാണ്. ഒരു നൈസ് ഒരു പ്രോപ്പർട്ടി ഗൈസ്. വാങ്ങിക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു വീടൊക്കെ വാങ്ങിക്കണം ഗൈസ്, സീനറി. ഓ, ഇവിടെ ഇട്ട് തിരിക്കാനുള്ള സ്ഥലം ഉണ്ടല്ലോ, സെറ്റാണ് ഗൈസ്. അപ്പം അടുത്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കാണിച്ചു തരാം ഗൈസ്. ഗൈസ് മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനിയാണ് കളി മാറുന്നത്. ഏത് വീട്ടോട്ടുള്ള വഴിയാണ്, ഇങ്ങനെ ഉള്ളിക്കൂടുള്ളൊരു വഴി. ഇത് കണ്ടില്ലേ ഗൈസ്, ഇങ്ങനെ ഉള്ളിക്കൂട് കയറി എങ്ങോട്ടാണോ പോകുന്നത്. ഇവിടൊക്കെ വീടുണ്ട് കേട്ടോ. അപ്പോൾ ഒരാളുടെ മാത്രം പ്രോപ്പർട്ടി അല്ല. ഞാൻ ഓർത്ത് ഒരാളുടെ വീട്ടിലുള്ള വഴിയാണ്. സിമ്മർക്ക് റോഡൊക്കെ ഒന്ന് ശരിയായിക്കൂടെ, എന്തല്ലേ. എന്തോ ഒരു പാക്കേജിനാണ് ഇത്രയും ദൂരം പോണത്. ഇങ്ങനെ അവിടെ നിന്ന് തിരിച്ച് നേരെ വരണം. വേറെ പാക്കേജ് ഒന്നും ഇവിടെ കൊടുക്കാനും ഇല്ല. വാവ്. ഓ എൻ്റെ മോനെ, അവിടെ എന്തുവാടോ അത് അവർ ഇരിക്കുന്നേ. ഓക്കെ ഗൈസ്, നമുക്ക് കൊടുത്തിട്ട് വരാം. ഗൈസ് ഇത് ഏരിയ ഒക്കെ ഉണ്ടോ, സീനല്ലേ, ഫുള്ളിങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ മറ്റേ ക്രിസ്മസിൻ്റെ എല്ലാം ഇങ്ങനെ ഒരുക്കി വെച്ചേക്കുന്നുണ്ടല്ലേ ഗൈസ്. ചുമ്മാ പൊളിയാക്കിയിട്ടുണ്ട്. ഗൈസ് ഒരു വീട് വാങ്ങിച്ചിട്ട് വേണം ഇങ്ങനത്തെ സെറ്റ് ചെയ്യാൻ. അടിപൊളി സാധനം. എന്താണ്
മിക്ക വീടും അങ്ങനെ തന്നെ. എനിക്ക് തോന്നുന്നു ഇത് ഇപ്പം ഒരു വീട്ടിൽ മാത്രം വെച്ചില്ലെങ്കിൽ മോശമല്ലേ, അതുകൊണ്ട് തന്നെ എല്ലാവരും വെക്കുന്നതാണെന്ന് തോന്നുന്നു. ഒരു വീട്ടിലൊന്നുമില്ല കേട്ടോ ഗൈസ്, പക്ഷെ മിക്ക വീട്ടിലും ഉണ്ടായിരുന്നു. ആരെ കൊണ്ട് പറ്റും നടന്നു കയറാം, വെച്ചിട്ട് വീടിനകത്തോട്ട് കയറാം. മഴയുണ്ടല്ലോ, എന്നെ സാധാരണ നടന്ന് കയറത്തില്ലായിരുന്നു. ഇപ്പോൾ മഴയുണ്ടാണ് ഞാൻ വണ്ടി എല്ലാത്തോട്ടും കയറ്റുന്നു. അപ്പോൾ നമുക്കെന്നാൽ പിന്നെ കാണാം, എല്ലാം കൊടുക്കട്ടെ. ഇത് കണ്ടോ, ഇതാണ് നമുക്ക് അവിടെ നിന്ന് തരുന്ന ഹെഡ് ലാമ്പ് എന്ന് പറഞ്ഞാൽ സെൻസറാണ്. ഇത് കണ്ടോ, നമ്മൾ ഇവിടെ വരുമ്പോൾ അത് ഓഫ് ആവും, ഇങ്ങനെ പിന്നെ വന്ന് ഓണാവും. ഇങ്ങനെ നമ്മൾ സെൻസർ വെച്ചിട്ടാണ്. പിന്നെ ഇതിന് വേറെ മോഡൊക്കെ ഉണ്ട് കണ്ടോ. ഇത് മാത്രം അത് പിന്നെ കാണിച്ചു തരാം. ഇങ്ങനെ വെച്ചാൽ അത് സെൻസറാണ് മൊത്തത്തിൽ വർക്കാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞെല്ലാം ഇനിയിപ്പോൾ തിരിച്ച് വെക്കണം. വണ്ടിയൊക്കെ ഓഫ് ചെയ്ത് ഇവിടെ വണ്ടി നമ്മൾക്ക് ഫുൾ ടാങ്കിനടുത്ത് പെട്രോളുള്ളതുകൊണ്ട് നമ്മളകത്ത് കയറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം പാക്കപ്പ് ചെയ്ത് ഇതെല്ലാം ഇനി അവർക്ക് തിരിച്ചുകൊണ്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ വണ്ടിക്കകത്തുള്ള എല്ലാ സാധനങ്ങളെല്ലാം എടുത്ത് ക്ലീൻ ചെയ്ത് എല്ലാം വേസ്റ്റൊക്കെ കളഞ്ഞിട്ട് വേണം നമ്മളിതെല്ലാം തിരിച്ചു കൊടുക്കാനായിട്ട്. പിന്നെ വണ്ടിയുടെ ഒരു ചെറിയ ഇൻസ്പെക്ഷൻ ഉണ്ട്, അതോടെ തീർത്തിട്ട് അങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ ചെയ്തു. അപ്പം ഇനിയിപ്പം നമ്മൾ പോവാണ്. ഇനി അവിടെ ചെന്നിട്ട് വേണം സൈൻ ഔട്ട് ചെയ്യാൻ. അത്രയൊക്കെ ഉള്ളു ഗൈസ്. അപ്പം നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.